എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി കുപ്രസിദ്ധമാകുന്നത് അത് കേരള മുഖ്യമന്ത്രിയുടെ മകൾ അതിന്റെ എല്ലാം സർവസ്വവുമായിരുന്ന ഒരു കമ്പനിയാണ് എന്നത് മാത്രമല്ല, ഒരു സുപ്രഭാതത്തിൽ ഒരു കമ്പനി ഉണ്ടാവുകയും കുറെ കഴിയുമ്പോൾ ആ കമ്പനിയുടെ വെബ്സൈറ്റ് ഇല്ലാതാവുകയും വെബ്സൈറ്റിൽ നിന്ന് പേരുകൾ ഇല്ലാതാവുകയും ഒക്കെ ചെയ്ത അനുഭവം നമുക്കുണ്ട്. AI ക്യാമറയുടെ വിവാദവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ മെന്റർ ആയ ഒരാൾ ഈ AI ക്യാമറയുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ വിവിധ നയരൂപീകരണങ്ങളുമായി ബന്ധപ്പെട്ടും ഒരാളാണ്, ജയ്ക്ക് ബാലകുമാർ എന്ന് പറയുന്ന ആളാണ് എന്ന് വിവാദമുയരുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എക്സാലോജിക്കിന്റെ സൈറ്റിൽ നിന്ന് മെന്റർ എന്ന പേര് ഇല്ലാതാവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതുമായി എന്തോ ബന്ധമുണ്ട്. ഈ ആരോപണം ഉയരുമ്പോൾ അത് ഇല്ലാതാവുന്ന ഒരവസ്ഥ. പിന്നെ നമ്മൾ കാണുന്നത് എക്സാലോജിക് എന്ന കമ്പനി പൂട്ടുകയാണ്. വളരെ കുറഞ്ഞ മൂലധനത്തിൽ ആരംഭിച്ചു എന്ന് പറയുന്ന ഒരു കമ്പനി. ആ കമ്പനിയുടെ ഏറ്റവും വിചിത്രമായ കാര്യം, 1 ലക്ഷം രൂപ അമ്മയുടെ പെൻഷൻ തുക എടുത്തു എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. നല്ല കാര്യം. പക്ഷേ അതിന് 79 ലക്ഷം രൂപ ഒരാൾ കടം കൊടുക്കുന്നു. ആ കടം കൊടുക്കുന്ന ആൾ പിന്നെ ആ കമ്പനി ഇല്ലാതാവും. ആ കടം കൊടുത്ത ആൾ കേവലം ഒരാളല്ല, നമ്മുടെ CMRL എന്ന് പറയുന്ന വളരെ വിവാദമായ കമ്പനിയുടെ MD-യുടെ ഭാര്യയാണ് എന്നുകൂടി വരുമ്പോൾ വിചിത്രമാകുന്നു അതിന്റെ കാര്യങ്ങൾ. അതിന്റെ പിന്നാലെയാണ് ആദായനികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് അതിന്റെ കാര്യങ്ങൾ, രേഖകൾ പുറത്തു വരുന്നു. 135 കോടി രൂപ വിവിധ ആവശ്യങ്ങൾക്കായി അവർ പലർക്കായി കൊടുത്തുവെന്നും ആ കൊടുത്തത് നികുതിയിൽ നിന്ന് ഒഴിവാക്കണം എന്നും ആവശ്യപ്പെട്ടാണ് അവർ ആദായനികുതി വകുപ്പിനെ സമീപിക്കുന്നത്. അത് എന്തിനുപയോഗിച്ചു എന്ന് പറയണമല്ലോ. ഒരു കമ്പനിയുടെ പ്രവർത്തന മൂലധനമായി അതിനെ കാണണം എന്നാണ് അവരുടെ ആവശ്യം. എക്സ്പെൻഡിച്ചറായി കാണണം എന്നാണ്. എക്സ്പെൻഡിച്ചറായി കാണണമെങ്കിൽ എന്തിനു സ്പെൻഡ് ചെയ്തു എന്ന് പറയണം. അങ്ങനെ ചോദിച്ചപ്പോഴാണ് അതിൽ ആർക്കൊക്കെ കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിൽ VK-യും PV-യും OC-യും ഒക്കെ RC-യും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുക. അതൊക്കെ ആരാണെന്ന് പോലും അതിനകത്ത് പറയുന്നു. അങ്ങനെ വന്നതിന്റെ കൂട്ടത്തിലാണ് എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒരു കരാർ കൊടുത്തുവെന്നും അത് എന്ത് കരാറാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടിയില്ല. എന്ത് സേവനമാണ് അവർ നൽകിയതിന് മറുപടിയില്ല. ഏതാണ്ട് എക്സാലോജിക് എന്ന കമ്പനിക്കും അതിന്റെ MD-ക്കും എല്ലാം ചേർന്ന് 1.25 കോടി രൂപ കൊടുത്തു എന്ന് പറയുന്നു. അത് എന്തിനാണ് എന്ന് വന്നില്ല. ഇത് ചേർത്ത് വായിച്ചപ്പോഴാണ് അതിന്റെ അവസാന ഭാഗത്ത് അവർ പറയുന്നത്, ഈ പണം കൊടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് സുഗമമായി പ്രവർത്തിക്കാൻ കഴിയില്ല. അത് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണലാവാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട പെരിയാറിലെ മലിനീകരണമാവാം. പെരിയാറിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നടത്തുന്ന കമ്പനികളിൽ ഒന്നാണ് CMRL എന്നത് കുപ്രസിദ്ധമാണ്. മാത്രവുമല്ല, എല്ലാ വർഷവും അത് LDF ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമല്ല UDF ഗവൺമെന്റിന്റെ കാലത്തും ഇത്രയും മലിനീകരണം നടത്തുന്ന കമ്പനിക്ക് പരിസ്ഥിതി അവാർഡും എല്ലാ വർഷവും കിട്ടാറുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കഥ കാണേണ്ടത്. ഏറ്റവും ഒടുവിൽ ഈ 1.25 കോടി രൂപയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വരുന്നു, ED വരുന്നു, പലരും വരുന്നു. നമുക്കറിയില്ല ആരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഉണ്ട് എന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു, നമുക്കറിയില്ല. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹം പരിസ്ഥിതി മന്ത്രി കൂടിയാണ്. അപ്പോൾ പാരിസ്ഥിതികമായ നിയമലംഘനങ്ങൾക്ക് ഇളവ് കിട്ടാൻ വേണ്ടി ഇത് ഉപയോഗിച്ചുവോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കരിമണലിൽ ഉപയോഗിച്ചുവോ എന്ന ചോദ്യങ്ങളൊക്കെ നിൽക്കുകയാണ്. അത് അന്തരീക്ഷത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്, ഇതിനെതിരെ ഹൈക്കോടതിയിൽ പോയ ഷോൺ ജോർജ്, ശ്രീ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ MLA-യും ഷോൺ ജോർജ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ BJP-യിലെ ഒരു പ്രവർത്തകനും PC ജോർജിന്റെ മകനുമായ വ്യക്തി കേരള ഹൈക്കോടതിയെ ഇത് സംബന്ധിച്ച് സമീപിക്കുന്നു. കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഏറെ വാദങ്ങൾ, വിവാദങ്ങൾ എല്ലാം നടക്കുന്നു. ഇപ്പോൾ അദ്ദേഹം കൊടുക്കുന്നത് പുതിയ ഒരു അഫിഡവിറ്റാണ്. ഇന്ന് അദ്ദേഹം കൊടുക്കുന്ന അഫിഡവിറ്റിൽ അദ്ദേഹം കൊടുത്തു എന്ന് പറയുന്നത് തീർച്ചയായും ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് ആയതുകൊണ്ട് പൂർണ്ണമായും നുണയാണ് എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം പത്രസമ്മേളനത്തിൽ അത് പറയുകയും ചെയ്തു. ഒരു നുണ ഹൈക്കോടതിയിൽ കൊടുത്താൽ തീർച്ചയായും അതിന് മറുപടി കിട്ടും എന്ന കാര്യത്തിൽ, അദ്ദേഹത്തിന് പണി കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വേണ്ട രേഖകളോട് കൂടിയായിരിക്കണം കൊടുത്തതെന്ന് നാം കരുതുന്നു. ഞാൻ ആ രേഖകൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് അബുദാബിയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു, വിദേശത്ത് പല സ്ഥലങ്ങളിലും അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഈ അക്കൗണ്ടുകളിലേക്ക് പല വിദേശ കമ്പനികളും, അതും ഇവിടെ വിവാദമായ നേരത്തെ പറഞ്ഞ ജയ്ക്ക് ബാലകുമാർ ബന്ധപ്പെട്ട പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ്, ഇവിടെ നിരവധി കരാറുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കൺസൾട്ടൻസി ഏജൻസിയും SNC ലാവലിനും, അവിടെയാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം വരുന്നത്.
SNC ലാവലിൻ അടക്കമുള്ള കമ്പനികൾ ഇവർക്ക് പണം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനു മുമ്പ് നമ്മളൊരു വാർത്ത പോലെ, ഒരു വിവാദം പോലെ കേട്ടത് കാനഡയിൽ ഇവർക്ക് ഒരു കമ്പനി ഉണ്ടായിരുന്നുവെന്നും ആ കമ്പനി പെട്ടെന്ന് കാണാതായി എന്നും അതിന്റെ വെബ്സൈറ്റിൽ നിന്ന് കാണാതായി എന്നൊക്കെയുള്ള വാർത്തയാണ്. ഇവർക്ക് യൂറോപ്പിൽ കമ്പനിയുണ്ട്, അമേരിക്കയിൽ അക്കൗണ്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നു. നമുക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ വിദേശ പണം ഏതെങ്കിലും വഴിക്ക് റൂട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമായി എക്സാലോജിക്കോ അതിന്റെ MD ആയിരുന്ന അല്ലെങ്കിൽ MD ആയ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഉണ്ടോ? നമുക്കിതൊന്നും അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഷോൺ ജോർജ് പറയുന്നത് സത്യമാണെങ്കിൽ അത് ഗുരുതരമായ ഒരു പ്രശ്നമാണ്. നമുക്കറിയാം SNC ലാവലിൻ എന്ന് പറയുന്ന കമ്പനി സുപ്രീം കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച്, അതിന്റെ വിവാദം സംബന്ധിച്ച് അതിലെ പ്രതിയായിരുന്നു ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തെ എക്സോനറേറ്റ് ചെയ്തു കീഴ്ക്കോടതിയും ഹൈക്കോടതിയും. അത് സംബന്ധിച്ച കേസ് ഇപ്പോൾ 40ാമത്തെ തവണയായിട്ടാണ് സുപ്രീം കോടതി മാറ്റിവെക്കുന്നു. CBI ആണ് പലപ്പോഴും ഇത് മാറ്റിവെക്കുന്നത്. എന്തുകൊണ്ട് CBI മാറ്റിവെക്കുന്നു എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിന്റെ രാഷ്ട്രീയം വേറെയുണ്ട്. പക്ഷെ ഈ കമ്പനി ഇവിടെ ഹാജരായിട്ടില്ല. അവർക്ക് അയച്ച സമൻസ് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഇങ്ങനൊരു കമ്പനി ഇല്ല എന്നാണ് കോടതിയിൽ വന്ന മറുപടി. എന്നാൽ കക്ഷിക്ക് കടലാസ് അയച്ചിട്ട് മറുപടി ഇല്ല. പക്ഷെ അതേ കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു എന്നുണ്ടെങ്കിൽ, നിലവിലില്ല എന്ന് പറഞ്ഞ് മറുപടി വരുന്ന ഒരു കമ്പനി മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചുവെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്, ഗുരുതരമായ ഒരു വിവരമാണ്. അങ്ങനെ ഉണ്ടോ? ഏതായാലും ഇതിന്റെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇതിന്റെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണാതെ പോയിക്കൂടാ എന്നാണ് ഞാൻ കാണുന്നത്. ഇത്ര കാലമായിട്ടും ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടും, ഇതിനു മുമ്പ് സ്വർണ്ണക്കടത്തുണ്ടായി, ലൈഫ് മിഷൻ ഉണ്ടായി, നിരവധി EDയും CBIയും ഒക്കെ അന്വേഷിക്കുന്ന കുറെ കേസുകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഈ ഒരു കേസിലും ഇതുവരെ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയോ ചോദ്യം ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 1 വർഷത്തിലേറെ ജാമ്യമില്ലാതെ ജയിലിൽ കിടന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടുള്ളത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി തിരിച്ചു വന്നപ്പോൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് വേറൊരു പദവി കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ 1.5 വർഷം ജയിലിൽ കിടന്നിട്ട് മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയോ ചോദ്യം ചെയ്തിട്ടില്ല. സ്വപ്ന സുരേഷ് എത്ര വെളിപ്പെടുത്തലുകൾ നടത്തി, പുസ്തകം എഴുതി, എന്നിട്ടും ചോദ്യം ചെയ്തിട്ടില്ല. നേരെമറിച്ച് സോളാറിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. സോളാറിൽ ഒരു സ്ത്രീ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു, എന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നൊരു പരാതി പറഞ്ഞതോടുകൂടി അപ്പം തന്നെ ഇവിടെ കേസാവുകയും വലിയ ചർച്ചയാവുകയും പ്രശ്നമാവുകയും ഒക്കെ ചെയ്തു. അത് CBI അന്വേഷണത്തിന് വിട്ടു. അത് കേസൊക്കെ തള്ളിപ്പോയി, അത് വേറെ വിഷയം. ആ പിണറായി വിജയൻ ആണ് ഇപ്പോൾ ഇതിൽ പരോക്ഷമായി പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ലാവലിനോ പ്രൈസ് വാട്ടർ കൂപ്പറോ എക്സാലോജിക്കിന് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തിനാണ് കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയ്ക്ക് തന്നെ ആയിരിക്കും. അല്ലാതെ വെറുതെ വീണ വിജയന് പൈസ കൊടുക്കാൻ അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നത് ഇത് സത്യമാണെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം CPMനും പിണറായി വിജയനും ഉണ്ടാകും എന്ന് തന്നെയാണ്. കാരണം അങ്ങനെ വന്നാൽ എന്താണ് ഇനി സംഭവിക്കാൻ? ഹൈക്കോടതി ഇത് എങ്ങനെയാണ് മുഖവിലേക്ക് എടുക്കുമോ? ഈ രേഖകൾ പരിശോധിക്കുകയോ? ഇതിൽ കഴമ്പുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തുമോ? ഏതായാലും എക്സാലോജിക്കിന് കൊടുത്ത 1.25 കോടിയുടെ ആരോപണം സംബന്ധിച്ച് കുഴൽനാടൻ കേരളത്തിലെ വിജിലൻസിൽ പോയപ്പോൾ ആ കേസ് തള്ളിയപ്പോൾ അദ്ദേഹം ഹൈക്കോടതി പോകുന്നുണ്ടെന്ന് പറയുന്നത് നമുക്കറിയില്ല. അതിൽ അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് വിജിലൻസ് കോടതി പറയുന്നത്. നമുക്ക് കോടതികളെ വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ഒക്കെ ചെയ്യാം. ഏതായാലും ഇക്കാര്യത്തിൽ ഷോൺ ജോർജിന്റെ ഹർജി ഹൈക്കോടതി എടുക്കുമ്പോൾ ഏതർത്ഥത്തിലാണ് ആ ഹർജി അവർ പരിഗണിക്കുന്നത്? അത് പരിഗണിക്കുമ്പോൾ തീർച്ചയായും ആർക്കൊക്കെ പരിക്ക് പറ്റും? അത് തെറ്റാണെങ്കിൽ ഷോൺ ജോർജിനും നല്ല പരിക്ക് പറ്റാനാണ് സാധ്യത. കാരണം തെറ്റായ ഒരു ഡോക്യുമെന്റ് ഹൈക്കോടതിയിൽ കൊടുക്കാൻ പാടില്ല.